2026 തുടക്കത്തിൽ തന്നെ ക്രിപ്റ്റോ കറൻസികളിൽ നിക്ഷേപകരുടെ താൽപര്യം കുറയുന്നുവെന്ന സൂചനകൾ ശക്തമാവുകയാണ്. 2025 ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് 35% ഇടിവിലേക്കാണ് എത്തിയിരിക്കുന്നത്. ETF നഷ്ടങ്ങളും ഇതിന് കാരണമായി. മോശം പ്രകടനം കാരണം ചെറുകിട നിക്ഷേപകരും ക്രിപ്റ്റോയെ ഉപേക്ഷിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള ആസ്തികളിൽ നിന്ന് സ്വർണത്തിലും വെള്ളിയിലുമാണ് നിക്ഷേപകരുടെ താൽപര്യം. ബിറ്റ്കോയിൻ ആണെങ്കിൽ 2024 നവംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കും എത്തിയിരിക്കുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ. ഒക്ടോബറിൽ $126,000 മുകളിൽ റെക്കോർഡ് ഉയരത്തിലെത്തിയതിനു ശേഷം ബിറ്റ്കോയിൻ ഏകദേശം 40% ഇടിവ് നേരിട്ടു. ട്രംപ് ഭരണകൂടം ക്രിപ്റ്റോ അനുകൂല നയങ്ങൾ പ്രചരിപ്പിക്കുകയും അമേരിക്കയെ ലോകത്തിന്റെ ക്രിപ്റ്റോ തലസ്ഥാനമാക്കുമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തതിന്റെ ഊർജം ബിറ്റ്കോയിന് നഷ്ടപ്പെട്ടുവെന്ന സൂചനകളാണ് കാണാനാവുന്നത്. വിപണിയിലെ ചാഞ്ചാട്ടം, കുറഞ്ഞ ലിക്വിഡിറ്റി, നിയന്ത്രണ നടപടികൾ, സുരക്ഷാ ലംഘനങ്ങൾ, പദ്ധതി പരാജയങ്ങൾ എന്നീ കാരണങ്ങൾ ക്രിപ്റ്റോ കറൻസിയെ ഇടിവിലേക്ക് നയിക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യത്തിൽ കുത്തനെയുള്ള ഇടിവ് അനുഭവപ്പെടാമെന്ന തോന്നൽ നിക്ഷേപകർക്കിടയിൽ തന്നെ പൊതുവെയുണ്ട്. ബിറ്റ്കോയിന് മാത്രമല്ല മറ്റു ക്രിപ്റ്റോ കറൻസികളിലും കുത്തനെയുള്ള ഇടിവാണ് കാണുന്നത്. പ്രധാന ക്രിപ്റ്റോ ആസ്തികൾക്ക് ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ അവയുടെ മൂല്യത്തിന്റെ 60% നഷ്ടപ്പെടുമെന്ന പ്രവചനങ്ങളും ക്രിപ്റ്റോ കറൻസി വിപണിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മറ്റ് ആസ്തികളെ അപേക്ഷിച്ച് ക്രിപ്റ്റോ കറൻസികളിൽ ഉണ്ടാകുന്ന വാലറ്റ് ചോർത്തലുകൾക്കും അനുബന്ധ തട്ടിപ്പുകൾക്കും തടയിടാനാകുന്നില്ല എന്ന പ്രശ്നവും ഈ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നു. ക്രിപ്റ്റോ കറൻസി വിപണിയിൽ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഭാവിയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഊഹക്കച്ചവടവും പമ്പ് ആൻഡ് ഡംപ് പദ്ധതികളുമാണ് ഇപ്പോഴും ക്രിപ്റ്റോ കറൻസികളുടെ ഗതി നിശ്ചയിക്കുന്നത്. ഇമോഷന് പുറത്തുള്ള കച്ചവടങ്ങളാണ് ഇപ്പോഴും ഈ വിപണിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. പൊതുവെ ലോകത്ത് നിലനിൽക്കുന്ന അനിശ്ചിതമായ അവസ്ഥ ഇതിൽ കൂടുതൽ ലാഭമെടുക്കലിന് പ്രേരിപ്പിക്കുന്നുണ്ട്. രൂപം കൊണ്ടിട്ട് കുറച്ചു വർഷങ്ങൾ മാത്രമേ ആയുള്ളൂ എന്നതും ക്രിപ്റ്റോ കറൻസി വിപണികൾക്ക് സ്വീകാര്യത കുറയ്ക്കുന്ന ഒരു ഘടകമാണ്. 2026 തുടക്കത്തിൽ ബിറ്റ്കോയിനിലും എഥറിയത്തിലുമുണ്ടായ വലിയ ഇടിവിനെ തുടർന്ന് കൂടുതൽ അസ്ഥിരതയും വിലയിടിവും തുടരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് വിപണി വികാരം ബെയർ മാർക്കറ്റ് മോഡിൽ തുടരുമെന്നാണ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും ബിറ്റ്കോയിന് തിരിച്ചടിയാവുന്നു. റഷ്യ, ഉക്രൈൻ മാത്രമല്ല ഇറാനും അമേരിക്കയും സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന പേടിയും ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിക്ഷേപിക്കുന്ന മൂലധനം സംരക്ഷിക്കാൻ ക്രിപ്റ്റോ കറൻസികൾക്ക് ശേഷിയില്ല എന്ന വിലയിരുത്തലുകളും ക്രിപ്റ്റോ കറൻസികൾക്ക് തിരിച്ചടിയാണ്. സ്വർണത്തിന് ബദലാകാൻ ഇതുവരെ ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾക്ക് ആയിട്ടില്ല. വെള്ളിക്കും മൂല്യം ഉയർന്നതോടെ ക്രിപ്റ്റോ കറൻസികളുടെ കാര്യം വീണ്ടും പരുങ്ങലിലായി. വ്യാപാര യുദ്ധങ്ങളും ഖനന പ്രശ്നങ്ങളും ക്രിപ്റ്റോ കറൻസിയെ തളർത്തുന്നു. ബിറ്റ്കോയിൻ നിക്ഷേപകർ കഴിഞ്ഞ ദിവസങ്ങളിൽ $2.56 ബില്യൺ വിറ്റൊഴിഞ്ഞതായി കോയിൻ ഗ്ലാസ് രേഖകൾ സൂചിപ്പിക്കുന്നു. കെവിൻ വാഷിനെ ഫെഡ് ചെയർ നോമിനിയായി തിരഞ്ഞെടുക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഉടലെടുത്ത AI വ്യാപാരത്തെക്കുറിച്ചുള്ള പുതിയ ആശങ്കകളും സ്വർണത്തിലും വെള്ളിയിലുമുണ്ടായ വിൽപ്പനയും ക്രിപ്റ്റോ കറൻസികളെ തളർത്തി. എല്ലാറ്റിനും മുകളിൽ ക്രിപ്റ്റോ കറൻസികൾക്ക് ഒരു സ്ഥിരതയില്ലായ്മയുണ്ടെന്ന പൊതുവികാരവും ഈ നിക്ഷേപത്തിന് തിരിച്ചടിയാണ്.